പൂതി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ലോയിലി പരിപാടികളൊക്കെ തുടങ്ങാം. ചെറുതായി ഒന്ന് പൊടി പിടിച്ചപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്താണ് കേട്ടോ. അപ്പോൾ അത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് സൺലൈറ്റ് ഒരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ആക്കി പൂ മേടിക്കുന്ന രീതിയിൽ എന്നൊരു ആക്ഷൻ കളിക്കാൻ നോക്കുക. അപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ തല നിഴലായിട്ട് കാണുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഒന്ന് പത്തിരി ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ സൺഡേ അല്ലേ. പത്തിരി ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അതിന് പ്രയാസപ്പെട്ട പണിയൊന്നുമല്ല, നേരം തുടങ്ങേണ്ടതാണ്. അപ്പോൾ എന്തായാലും പത്തിരി ബീഫ് കറി കഴിച്ചിട്ട് വരാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള സൺഡേയല്ലേ. അപ്പോൾ ലാപ്ടോപ്പ് പഠിക്കണം, കമ്പ്യൂട്ടർ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കയറി ഇരുന്നിട്ട് അതിൽ ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ട് നല്ല ചൂട് ബീഫ് കയറി രീതിയിട്ട് പറ്റി കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ വീട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ ചോറ് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മൾ ഇന്ന് പരിപ്പ് കയറിയിട്ട് രാവിലെ നോണൊക്കെ കഴിച്ചിട്ട് രാത്രി വെച്ച് വെച്ചിട്ട് അങ്ങനെ ഇന്ന് സ്പൈസി പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എരിയൊക്കെ ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ഞെക്കി പിഴിഞ്ഞ് ഒരുവിധം മെൽറ്റായിട്ടുണ്ട്, ചൂടായതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം അങ്ങനെ വേവിച്ച് വെച്ച പരിപ്പ് കറി ഇതാ നമുക്കത് ചേർത്ത് തുമിച്ചെടുക്കണം. പച്ചമുളകും അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നോർമൽ ഇങ്ങനെതാ പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് സെറ്റായിട്ട് വരട്ടെ. വേപ്പലുണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് മല്ലിയില ഉണ്ട് കേട്ടോ. അപ്പോൾ കഥ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അങ്ങനെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ വീണ്ടും കുക്കിങ്ങിലേക്ക് പോകാൻ. കാര്യമായ പണിയില്ലെങ്കിലും അത് ഒരു പണിയാണല്ലോ. അപ്പം നമുക്ക് മുട്ട പൊരിച്ചെടുക്കുന്നതാണ്.
നമുക്ക് മുട്ട പൊരിച്ചതിന് ശേഷം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് ആസിഫിന് ഈ ഒരു പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് പൊരിച്ചേക്കാമെന്ന് വിചാരിച്ചു. നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചാലുണ്ട് ഒരുപാട് വലുതാവുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ചിട്ടിട്ട് സെറ്റാക്കി എടുക്കുന്നതാണ്. പിന്നെ എന്തായാലും എല്ലാം റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഊണ് കഴിച്ചേക്കാം. കുറച്ചും കൂടി വലുതാവാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും പപ്പടം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആസിഫ് ഒരു മാജിക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.